24 ബിഗ് ബ്രേക്കിംഗ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രാജ്യസന്നദ്ധത അറിയിച്ചു. പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാമെന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുവെന്നാണ് കെ സുരേന്ദ്രൻ അറിയിച്ചിരിക്കുന്നത്. ദീപക് ധർമ്മടം കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, പാലക്കാട്ടെ തോൽവി എന്നുള്ളത് മാത്രമല്ല, വലിയ വോട്ട് ചോർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. നഗരസഭാ പരിധിയിൽ പോലും നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. പാർട്ടിക്കകത്ത് നിന്ന് സുരേന്ദ്രനെതിരെ ഒരു പടയൊരുക്കം സജീവമായി ഉണ്ടാവുകയും ചെയ്യുന്നു. അതിനിടയിൽ രാജ്യസന്നദ്ധത അറിയിക്കുന്നു സുരേന്ദ്രൻ. എന്താണ് സുരേന്ദ്രന്റെ നിലപാട്? ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. വിവരങ്ങൾ എന്താണ് ദീപക് ധർമ്മടം? റീജിത്ത്, ബി.ജെ.പി. രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ഘട്ടമാണ് ഇത്. പാലക്കാട് വിജയപ്രതീക്ഷയോടുകൂടി കേന്ദ്ര നേതൃത്വം വിജയമുറപ്പിച്ചുകൊണ്ട് മത്സരിക്കാൻ കളത്തിൽ കൃഷ്ണകുമാറിനെ ഇറക്കി. എന്നാൽ വലിയ തിരിച്ചടി ഉണ്ടായി. ആ തിരിച്ചടിയുടെ പേരിൽ കെ സുരേന്ദ്രനെ വലിയ രീതിയിൽ പാർട്ടിക്കകത്തു നിന്നും ഒരു വിഭാഗം ആക്രമിക്കുന്നു. ഈ ഘട്ടത്തിലാണ് കെ സുരേന്ദ്രൻ രാജിസന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. രാജിസന്നദ്ധത ദേശീയ നേതൃത്വത്തെ കെ സുരേന്ദ്രൻ ഔദ്യോഗികമായി തന്നെ അറിയിച്ചു എന്നാണ് നമുക്ക് വിവരം ലഭിച്ചത്. അതായത് ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദ, ബി.എൽ. സന്തോഷ് സംഘടനാ ജനറൽ സെക്രട്ടറി, അദ്ദേഹമാണ് സംഘടനാ കാര്യങ്ങളെല്ലാം തന്നെ നോക്കുന്നത്. ബി.എൽ. സന്തോഷിനെയും അദ്ദേഹം നേരിട്ട് കെ സുരേന്ദ്രൻ രാജിസന്നദ്ധത അറിയിച്ചു. പാലക്കാട്ടെ തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അതായത് ചേലക്കരയിൽ ബി.ജെ.പി. മുന്നേറുമ്പോൾ പാലക്കാട് എ ക്ലാസ് മണ്ഡലം, വിജയമുറപ്പിച്ച മണ്ഡലം, ഉപതെരഞ്ഞെടുപ്പിലൂടെ നിയമസഭയിലേക്ക് പണ്ടു നഷ്ടപ്പെട്ട, അതായത് ഒ രാജഗോപാലിൻ്റെ നിയമത്തിലെ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചു പിടിക്കാം എന്നുറപ്പിച്ചുള്ള മത്സരം, ആ മത്സരത്തിലെ തിരിച്ചടിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് കെ സുരേന്ദ്രൻ രാജിസന്നദ്ധത അറിയിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, രണ്ടു കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു. രാജിയുടെ ധാർമ്മിക ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുന്നു, അതുകൊണ്ട് രാജിവെക്കാൻ അനുവദിക്കണം എന്നുള്ളത്. മറ്റൊരു കാര്യം, ദേശീയ നേതൃത്വം നേരിട്ട് അന്വേഷണം നടത്തണം എന്നുകൂടി അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ദേശീയ നേതൃത്വം നേരിട്ട് പാലക്കാട്ടെ പ്രശ്നങ്ങൾ പഠിക്കണം. പാലക്കാട്ടെ പ്രശ്നങ്ങളിൽ ബി.ജെ.പി. പ്രാഥമികമായ ഒരു പരിശോധന നടത്തി. അതിൽ സംഘടനാ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തി. ശോഭാ സുരേന്ദ്രൻ്റെ ഇടപെടലിനെ കുറിച്ച് കണ്ടെത്തി. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരഭരണ പരാജയം, നഗരസഭയുടെ യൂസർ ഫീസ് ഉൾപ്പെടെ വർദ്ധിപ്പിച്ചത് കണ്ടെത്തി. പക്ഷേ എന്നാൽ ഇതൊന്നുമല്ലാതെ താൻ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കെ സുരേന്ദ്രൻ രാജിസന്നദ്ധത ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. ധാർമ്മികമായി ആ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് കെ സുരേന്ദ്രൻ പറയുന്നു. പക്ഷേ ആ സമയത്തും ഒരു കാര്യം തീർച്ച, ദേശീയ നേതൃത്വം സുരേന്ദ്രൻ്റെ രാജി അനുവദിച്ചിട്ടില്ല. സുരേന്ദ്രനോട് തുടരാൻ തന്നെയാണ് ഈ ഘട്ടത്തിലും പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ ഈ വേളയിൽ പറയേണ്ടതുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വം നേരിട്ട് പാലക്കാട്ടെ കാര്യങ്ങൾ പഠിക്കണം. അതായത് ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ എന്തെല്ലാം ബി.ജെ.പിയിലെ വിഭാഗീയതയുമായി നടന്നു എന്ന കാര്യം ദേശീയ നേതൃത്വം നേരിട്ട് അന്വേഷിക്കണമെന്ന ആവശ്യം കൂടിയാണ് കെ സുരേന്ദ്രൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. റീജിത്ത്, ദീപക് ധർമ്മടം, നേരത്തെ തന്നെ ദേശീയ നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെ സുരേന്ദ്രൻ തന്നെ തുടരട്ടെ എന്നുള്ള നിലപാട് നേരത്തെ അറിയിച്ചിട്ടുള്ളതാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിലെ പരാജയമൊന്നും ഒരു ഘടകമായി മാറാൻ അവിടെ സാധ്യതയില്ല എന്ന് തോന്നുന്നു. ദേശീയ നേതൃത്വം മറിച്ചൊരു തീരുമാനമെടുക്കാനുള്ള സാധ്യത നന്നേ കുറവാണല്ലോ ദീപക് ധർമ്മടം. ഒരു കാര്യം റീജിത്ത് ഉറപ്പിച്ച് പറയാൻ സാധിക്കും, ദേശീയ നേതൃത്വം കെ സുരേന്ദ്രനൊപ്പം തന്നെയാണ്. കാരണം കേരളത്തിലെ വിഭാഗീയതയെക്കുറിച്ച് നേരത്തെ തന്നെ കൃത്യമായി പഠിച്ചതാണ്. അതായത് ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഉയർത്തുന്ന വെല്ലുവിളികൾ, അത് വി മുരളീധരൻ സംസ്ഥാന അധ്യക്ഷനായ കാലം മുതൽ തുടങ്ങിയതാണ്. അതിനുശേഷമുള്ള ഓരോ ഘട്ടങ്ങളിലെ സ്പന്ദനങ്ങളും കൃത്യമായി, അതായത് നേരത്തെ സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സുഭാഷ് ഈ കാര്യങ്ങളെല്ലാം തന്നെ, അതായത് RSS പ്രചാരകനായ സുഭാഷ് നേതൃത്വത്തെ അറിയിച്ചതാണ്. അതുകൊണ്ട് തന്നെ ബി.എൽ. സന്തോഷിനും ദേശീയ നേതൃത്വത്തിനും കേരളത്തിലെ ബി.ജെ.പിയിലെ ഛിദ്രങ്ങളെക്കുറിച്ച്, വിഭാഗീയതയെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. പക്ഷേ ഈ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കെ സുരേന്ദ്രൻ്റെ രാജിസന്നദ്ധത ഒരുപക്ഷെ അത് ബി.ജെ.പി. പ്രവർത്തകരിലെ മൊറയിൽ ബൂസ്റ്റ് ചെയ്യാൻ കൂടി ആയിരിക്കാം. ഏതായാലും കെ സുരേന്ദ്രൻ പറയുന്നത് പാലക്കാട് തോൽവിയുടെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു, അതുകൊണ്ട് രാജിസന്നദ്ധത അറിയിക്കുന്നു. പക്ഷേ കേന്ദ്ര നേതൃത്വം രാജി സ്വീകരിച്ചിട്ടില്ല. രാജിസന്നദ്ധതയെ ഏതെങ്കിലും രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കാൻ തയ്യാറല്ല. പക്ഷേ അതേ സമയത്ത് കെ സുരേന്ദ്രൻ മറ്റൊരു നിർണായക ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. പാലക്കാട്ടെ പരാജയത്തിൽ ബി.ജെ.പിയുടെ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ, ഉപതെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ ദേശീയ നേതൃത്വം നേരിട്ട് അന്വേഷണം നടത്തണം എന്നുള്ളതാണ്. സ്വാഭാവികമായും അത് സുരേന്ദ്രൻ്റെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ്. കാരണം ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെ, അത് ഇങ്ങോട്ട് കെ എസ് മിതേഷ് വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു കണ്ണിയുണ്ട്. ആ കണ്ണികളിലേക്ക് അന്വേഷണം എത്തുമെന്ന് ഉറപ്പിച്ചു തന്നെയാണ് കെ സുരേന്ദ്രൻ ഇങ്ങനെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് നടത്തുന്നത്. അതായത് രാജിസന്നദ്ധത അറിയിച്ചുകൊണ്ട് ദേശീയ നേതൃത്വം തന്നെ അന്വേഷണം നടത്തട്ടെ കേരളത്തിലെ പ്രശ്നങ്ങളിൽ എന്ന നിലപാടെടുത്തിരിക്കുന്നത്. റീജിത്ത്.